മലയാള സിനിമയുടെ സീൻ മാറ്റുന്ന ചിത്രമായിരിക്കും മഞ്ഞുമൽ ബോയ്സ് എന്ന്. മലയാള സിനിമയുടെ സീൻ മാറ്റിയത് മഞ്ഞുമൽ ബോയ്സ് അല്ല, അഞ്ച് കള്ളക്കൊക്കൻ പൊറാട്ട് എന്ന് പറയുന്ന ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു മലയാള സിനിമയുടെ ഒരു പുതിയ തലത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് തന്നെ എനിക്ക് പറയാം. കാര്യം ആ പടത്തിന് തിയേറ്ററിനകത്ത് ഒരാളുമില്ല. എല്ലാവരും മഞ്ഞുമൽ പ്രേമല്ലു എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഈ അഞ്ചര കള്ളക്കൊക്കൻ പൊറാട്ട് ഈ മൂവി തകരാൻ കാര്യം നമ്മുടെ പ്രേക്ഷകരാണ്. ഒരു പടത്തിനെ വിജയിപ്പിക്കുന്നതും പ്രേക്ഷകരാണ്, ആ പടത്തെ തകർക്കുന്നതും പ്രേക്ഷകരാണ്. ഒരു നല്ല ചിത്രത്തെയാണ് നിങ്ങളിപ്പോൾ തകർത്തിരിക്കുന്നത്. നല്ല വിഷമമുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ തമിഴിലെ കൈദി എന്ന് പറയുന്ന ഒരു സിനിമ, എനിക്ക് തോന്നുന്നു ആ ഒരു സ്റ്റൈലിലൊക്കെ മലയാളത്തിലൊരു പുതിയ ഫിലിം വരുന്നു എന്ന് വെച്ചാൽ ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും മേക്കിംഗ് വൈസ് ആണെങ്കിലും ഒരു പുതിയ അനുഭവമാണ് ഈ പടം നമുക്ക് തന്നേക്കുന്നത്. പക്ഷേ ആൾക്കാർ ഇതിനെ ഏറ്റെടുക്കുന്നില്ല. കാര്യം എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഒരു നല്ല സിനിമയാണ്. ഇത്രയും ലേറ്റായിട്ട് ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോഴും പല തിയേറ്ററുകളും ഉണ്ട്. ആൾക്കാരിത് സത്യത്തിൽ ഈ പടമാണ് മൗത്ത് പബ്ലിസിറ്റി വെച്ച് ആൾക്കാർ കയറി കാണേണ്ട ഒരു പടം. അല്ലാതെ ഈ പ്രേമല്ലു ആണെങ്കിലും മഞ്ഞുമൽ ബോയ്സ് ആണെങ്കിലും ഇത് പോയി കാണേണ്ടതായിട്ടുള്ള ഒരു കാര്യമില്ലെന്ന് തോന്നുന്നു. മഞ്ഞുമൽ ബോയ്സിലൊക്കെ എന്ന് പറയുമെങ്കിൽ സത്യത്തിൽ അവർ കാണിച്ചൊരു കന്നന്തിരിവിൽ സംഭവിച്ചൊരു കാര്യമാണ് ഈ ഗുണ കേവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അവർ ചെയ്ത ആ ഒരു മദ്യത്തിൻ്റെ ലഹരിയിൽ പോയൊരു കുഴിക്കകത്ത് വീണു. അന്നേ തൂക്കിയെടുത്തവന്മാരെയൊക്കെ ജയിലിടാനുള്ളതിൽ യവന്മാരെ വെച്ച് സിനിമയാക്കി. അതിൻ്റെ ഒന്നും ഒരാവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ അങ്കമാലി ഡയറീസ്, അജഗജാന്തരം, അതൊക്കെ ഒരു വേറിട്ടൊരു അനുഭവമായിട്ടുള്ള ഒരു ചിത്രമായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളതല്ല. അപ്പോൾ ഇതേപോലെ നമുക്ക് ഒരു പ്രേക്ഷകന് ബോറടിക്കാത്ത രീതിക്കുള്ള എല്ലാ സംഭവങ്ങളും ഈ പടത്തിനകത്ത് അതിൻ്റെ ഡയറക്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ചെമ്പൻ വിനോദിൻ്റെ ചേട്ടനാണ്. ചെമ്പൻ വിനോദിൻ്റെ ചേട്ടനോ അനിയനോ ആണ്. എന്തായാലും ഒരു നല്ലൊരു അനുഭവമാണ്. ഇപ്പോഴും തിയേറ്ററിലുണ്ട്, നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. പടത്തിനെ പൊക്കി പറയുന്നതല്ല, നല്ലൊരു പടമാണ്, അതുകൊണ്ട് പറഞ്ഞു, അത്രയേ ഉള്ളൂ.